ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരിൽ ഏതാണ്ട് 95% പേരും ഓവർ വെയ്റ്റോ അണ്ടർ വെയ്റ്റോ ആണെന്ന് ഡോക്ടർമാർ പറയുന്നു. ഭക്ഷണ രീതിയിലുള്ള ശ്രദ്ധക്കുറവാണ് പ്രധാന കാരണം. നമസ്കാരം, ഇടുക്കി കടയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം വെൽനസ് കോച്ചായ സുഭദ്ര ശൂലപാണിയുണ്ട്. ഇടുക്കി കടയിലേക്ക് സ്വാഗതം. 2 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 98 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന സുഭദ്ര അനുഭവിച്ച കഷ്ടപ്പാടുകൾ അനവധിയാണ്. അതിന് 2 വർഷം മുമ്പ് എനിക്ക് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. ഈ സ്ലീപ്പ് അപ്നിയയിൽ രാത്രി ഉറക്കത്തിനിടയിൽ ഓക്സിജൻ കട്ടാവുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു CPAP മെഷീൻ വെച്ചിട്ടാണ് രാത്രി ഞാൻ കിടന്നുറങ്ങിയിരുന്ന കുറേ വർഷങ്ങളായിട്ട്. അപ്പം ഇതുകൂടാതെ കാൽമുട്ട് വേദന, രാവിലെ എണീക്കുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥ, മുട്ടിൽ തേയ്മാനം. ഡോക്ടർ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ സ്റ്റെപ്പ് കയറിയാലും ഇറങ്ങരുത്, ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കിതപ്പ്, നടക്കുമ്പോൾ കിതപ്പ്, സംസാരിക്കുമ്പോൾ കിതപ്പ്, സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പ്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ച കൂടുമ്പം ആശുപത്രിയിൽ ഒരു ദിവസം പോയി കിടക്കുക എന്നുള്ളതായിരുന്നു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഈ വെൽനസ് രീതിയിലേക്ക് മടങ്ങി വരുന്നത്? ഈ സമയത്ത്, ഇങ്ങനെയുള്ള സമയത്താണ് എനിക്ക് എൻ്റെ പരിചയമുള്ള ഒരാൾ, ഒരു സന്ദീപ് എന്നു പേരുള്ള തൃശ്ശൂരുള്ള ഒരാൾ, ഇതിൻ്റെ വെൽനസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ വഴിയിൽ വെച്ച് കണ്ടു. എന്നെ ഇവിടേക്ക് വിളിച്ചു, അവരുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞ് നമ്മുടെ വെയിറ്റും ഹൈറ്റും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി എൻ്റെ ഭക്ഷണ രീതി അവർ ചേഞ്ച് ചെയ്തു തന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഓവർ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊരു കാരണമെന്ന് മുഖ്യ കാരണമെന്ന് പറയുന്ന അയാളുടെ ഭക്ഷണ രീതിയാണ് അല്ലേ? അപ്പം നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ചോറാണ് കഴിക്കുന്നത്, ഏറ്റവും കൂടുതൽ കഴിക്കും. പിന്നെ അതുപോലെ തന്നെ മിക്കവരും തന്നെ നോൺ വെജ് ആയിട്ടുള്ള ഇറച്ചിയും കഴിക്കുന്നത്. ഇന്നിപ്പം ഏറ്റവും കൂടുതലുള്ള ചിക്കനും കഴിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഒരാളുടെ ഓവർ വെയിറ്റിന് കാരണമാകുന്നത്? ചോറിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതലുണ്ട്, അത് വിഘടിക്കുമ്പോൾ ഷുഗർ വരുന്നുണ്ട്, ഫാറ്റ് ഉണ്ട്. ഇറച്ചിയിലും ഇതിലാണെങ്കിലും നമുക്ക് വേണ്ട സാധനങ്ങളല്ല അതിൽ കൂടുതലുള്ളത്. ഇറച്ചി കിട്ടുന്നതൊന്നും ഇപ്പം നല്ല രീതിയിലുള്ള ഇറച്ചികളല്ല കിട്ടുന്നത്. ചിക്കനാണെങ്കിലും ഒക്കെ ഹോർമോൺ കുത്തിവെച്ചുണ്ടാക്കുന്ന പശുവിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെയും കോഴിയുടെയും ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഫാറ്റ് കണ്ടൻറ്റാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്നത്. നമുക്ക് വേണ്ട ന്യൂട്രീഷ്യൻസോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ നമ്മുടെ ശരീരത്തിൽ കിട്ടാതെ വരുന്നുണ്ട്. നമ്മുടെ ഭക്ഷണം എപ്പോഴും കലോറി ബേസ്ഡ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. ഒരാളുടെ ഓരോ ആളുകൾക്കും എത്ര കലോറിയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ കലോറി അനുസരിച്ചാണ് നമ്മുടെ ഫുഡ് കഴിക്കേണ്ടത്. കലോറി അനുസരിച്ച് ഫുഡ് കഴിച്ചു പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരും. ന്യൂട്രീഷ്യൻസ്, എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷ്യൻസ് നമുക്ക് ആവശ്യമുണ്ട്. വൈറ്റമിൻ A, B, C, B12, അതുപോലെ തന്നെ മിനറൽസ് ആണെങ്കിൽ സിങ്ക്, കാൽഷ്യം, പൊട്ടാഷ്യം, സോഡിയം, അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് മിനറൽസിൻ്റെ, ഒരുപാട് ന്യൂട്രീഷ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം മില്ലിഗ്രാം അളവിലേ ആവശ്യമുള്ളൂ. പക്ഷെ അത് കിട്ടാതിരുന്നാൽ ഓരോരോ പ്രശ്നങ്ങൾ ശരീരത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങും. വെൽനസ് ലൈഫ് വണ്ണം കുറയ്ക്കാൻ സാധ്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടല്ലേ, ഓരോ മനുഷ്യർക്ക് ആവശ്യമുള്ള ഫുഡ് പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ സാധ്യമാണ്. വണ്ണം കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് ഇല്ലാതെയാകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നേരെയാവും. അപ്പോൾ ശരീരത്തിലെ ഓരോ ഓർഗൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ യാതൊരു തരത്തിലും മരുന്നോ ഒരു ട്രീറ്റ്മെൻറ്റോ നമ്മൾ ചെയ്യുന്നില്ല. ഭക്ഷണ രീതി കൺട്രോൾ ചെയ്തിട്ട്. മുമ്പൊക്കെ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത് മൺപാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു. അതാത് വീടുകളിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഉണ്ടാക്കി കഴിച്ചിരുന്നത്. ഇന്ന് അതല്ല. ഇന്ന് എല്ലാം ഫാസ്റ്റ് ലൈഫാണ്. ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നാലെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫാസ്റ്റ് ഫുഡ് കൂടുതൽ വിറ്റഴിക്കാൻ വേണ്ടി പല രീതിയിലും മൃഗങ്ങളെ വളർത്തി പെട്ടെന്ന് മാംസം ഉണ്ടാകുന്ന രീതിയിൽ വളർത്തി ഉണ്ടാക്കിയിട്ട് ഇതാണ്
സ്ഥിരം കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളോട് അമ്മമാർക്കുള്ള മമതയാണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർ കുട്ടികൾ ഇന്നതേ കഴിക്കുള്ളൂ, എൻ്റെ മകൻ ചിക്കനേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ചിക്കൻ കൊണ്ടേ കൊടുക്കും. കുട്ടികളുടെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും. ഈ കഴിക്കുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ അമിതമായ ഇങ്ങനത്തെ ഭക്ഷണ രീതികളാണ് വെയിറ്റ് കൂടാനുള്ള പ്രധാന കാരണം. പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ നമുക്ക് ബേക്കറി ഫുഡ് കിട്ടിയിരുന്ന വല്ലപ്പോഴും ഒരിക്കലും ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെ ബേക്കറി ഫുഡ് നമ്മൾ കഴിക്കുള്ളായിരുന്നു. പക്ഷേ ഇന്നതല്ല, എല്ലാ സമയത്തും നമുക്ക് ബേക്കറി ഫുഡ് തന്നെയാണ് കഴിക്കാം. ബേക്കറി ഫുഡിൽ മൈദയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഷുഗർ അതിൽ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഫാറ്റ്, നെയ്യ് എന്ന് പറഞ്ഞിട്ട് നെയ്യെല്ലാം അതിലുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ഫാറ്റുകളെല്ലാം അതിൽ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം സ്ഥിരം ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാരും ഇപ്പം ജീവിക്കാൻ വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് പോയി. ടേസ്റ്റിൻ്റെ പിന്നാലെ കുട്ടികൾ പോകുന്ന അവസ്ഥ ഇന്നത്തെ കാലത്ത്. ചെറിയ കുട്ടികൾ, അതായത് ചെറുപ്പക്കാരായ കുട്ടികൾ, അവർ കാരണമാണ് ഏറ്റവും വലിയ എന്താ പറയുക ബർഗർ ഇതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡുകളുടെ കമ്പനികൾ ഇത്ര അധികം വളരാൻ കാരണം ചെറുപ്പക്കാരായ കുട്ടികളുടെ ഇതുകൊണ്ട് തന്നെയാണ്. ICMR എല്ലാ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹെൽത്ത് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ആരോഗ്യത്തെ പറ്റി സ്റ്റഡി നടത്തിയിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കാറുണ്ട്. ഈ വർഷം തന്നിരിക്കുന്ന ഗൈഡ് ലൈൻ പ്രകാരം അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ഒബിസിറ്റിയുടെ അളവ് കൂടുതലായിട്ട് അവരതിൽ കാണിക്കുന്നുണ്ട്. കുട്ടികളുടെ എല്ലാവരും ഒബിസിറ്റിയുടെ അളവ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത് ആരോഗ്യത്തിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ചായ കുടിക്കുമ്പോൾ ചായയിൽ ഉണ്ടാകുന്ന കഫീൻ 300 mg വരെയാണ് ഒരാൾക്ക് വേണ്ടതെന്നാണ് അവർ പറയുന്നത്. അതിൽ കഫീൻ ചായയിലും കാപ്പിയിലും ഉണ്ടെങ്കിലും അതിൽ ടാനിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് എൻ്റെ പ്രധാനം എന്താ വെച്ചാൽ അയൺ കണ്ടൻറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയൺ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യുന്നതിനെ തടയും എന്നാണ് ICMRൻ്റെ സ്റ്റഡി പ്രകാരം പറയുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടോ ചായ കുടിക്കാൻ പാടില്ല എന്ന് അവർ ആ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയാലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയാലും രാത്രി കഴിക്കാൻ പോയാലും നമ്മൾ അതിന് തൊട്ട് മുമ്പ് ചായ കഴിക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു കട്ടൻ ചായ കുടിക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. ചായയുടെയും കാപ്പിയുടെയും കൺസപ്ഷൻ കൂടുതലായിട്ടുണ്ട്. ഇതെല്ലാം ഇതിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും കൂടാതെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി അവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിന് വേണ്ട ഊർജം കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 45% വരെ ഊർജം കിട്ടണമെന്നും 14 തൊട്ട് 15% വരെ പ്രോട്ടീനിൽ നിന്നാണ് ഊർജം കിട്ടേണ്ടത് എന്നും ICMR പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റ് കഴിക്കുന്നത്, പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പം അത് നമ്മുടെ ശരീരത്തിന് നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മൺപാത്രങ്ങളിൽ വെച്ച് പണ്ടുണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഇവരിപ്പോൾ പറയുന്ന കാര്യമാണ് മൺപാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ് ന്യൂട്രീഷൻ കണ്ടൻറ്റ് പോവാതിരിക്കാൻ ചാൻസ് കൂടുതൽ എന്നാണ് പറയുന്നത്. പോഷകാഹാരങ്ങൾ പോഷകത്തോടുകൂടി കഴിക്കണമെങ്കിൽ മൺപാത്രങ്ങളിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ കുഴപ്പമില്ലാത്തതാണ്. ഭക്ഷണവുമായി ചേർന്ന് വിഘടിച്ച് നമുക്ക് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് ICMR സ്റ്റഡി പറയുന്നത്. ബാക്കി ഇൻഡാലിയം ആണെങ്കിലും ഇരുമ്പാണെങ്കിലും അലുമിനിയം ആണെങ്കിലും നമുക്ക് ദോഷം ചെയ്യും. നമ്മളിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഈ കറികളൊക്കെ ഉണ്ടാക്കുന്ന പാനുകളിലല്ലേ ഉണ്ടാക്കുന്നത്. ഈ പാനുകളിൽ അതെല്ലാം നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലല്ലേ, അതെങ്ങനെ ആ പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നത്? അത് ശരിക്കും ഇൻഡാലിയം അല്ലെങ്കിൽ ഇത് വെച്ചിട്ടാണ് ആ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന്റെ മുകളിൽ അത് ഇതിലുള്ള ഇതുമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഒരു ടെഫ്ലോൺ കോട്ടിംഗ് കൊടുക്കുന്നുണ്ട്. ഈ ടെഫ്ലോൺ കോട്ടിംഗ് നശിച്ചു പോയാൽ ഇത് നമ്മുടെ ഭക്ഷണവുമായി റിയാക്ട് ചെയ്ത് അത് ശരീരത്തിന് ദോഷം ചെയ്യും എന്നും ICMR പറയുന്നുണ്ട്.